നമസ്കാരം. ഇന്ന് നമ്മൾ നടുവേദനയ്ക്കുള്ള കുറച്ച് യോഗ പരിചയപ്പെടാൻ പോവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുകയും അതുപോലെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന കംപ്രഷൻ കൊണ്ട് ഉണ്ടാകുന്ന നടുവേദന കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതൊന്നും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നടുവേദന വരാതിരിക്കാനും അഥവാ നിങ്ങൾക്ക് നടുവേദന ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു ആശ്വാസം കിട്ടാനും സഹായകമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കിടന്നുകൊണ്ടുള്ള കുറച്ച് ട്രാക്ഷണൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ബ്രിങ് എ ഫീറ്റ് ടുഗെദർ, കാലടിപ്പിക്കുക. ബെൻഡ് യുവർ റൈറ്റ് നീ ടുവാർഡ്സ് ദ ചെസ്റ്റ്, കാൽമുട്ട് മടക്കി നെഞ്ചിൻ്റെ അടുത്ത് കൊണ്ടുവരിക. Inhale down, exhale left, inhale down, exhale right, inhale down, exhale left, inhale down, exhale right, inhale down, exhale left, inhale down. ഇത് സാവകാശം ചെയ്യാം. ഒരു 6 to 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം രണ്ട് കാലും ഒരുമിച്ച് bend your both knees towards the chest, hold with your hand, inhale down, exhale up, inhale down, exhale up, inhale down. ഇതും ഒരു 6 പ്രാവശ്യം. അതിനുശേഷം കാൽമുട്ട് രണ്ടും മടക്കി വയ്ക്കുക. bend your both knees, put the feet down on the floor, heel താഴെ വയ്ക്കുക. ഇൻഹേൽ ഹിപ്പ് അപ്പ്, ഇൻഹേൽ ചെയ്തുകൊണ്ട് ഹിപ്പ് പരമാവധി ഉയർത്തുക. എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, സ്ലോലി അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഈ എല്ലാതും തന്നെ ഒരു 6 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മളുടെ ആ ഭാഗത്ത് അത്യാവശ്യം ട്രാക്ഷനും കുറച്ചൊരു പൊസിഷണൽ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നടക്കും. എന്നിട്ട് പിന്നെ കുറച്ച് എക്സസൈസ് നമുക്ക് ഇരുന്നിട്ടും കൂടെ ചെയ്യാം. അതും ട്രാക്ഷൻ തന്നെയാണ്. ഇരുന്നുകൊണ്ടുള്ള സെഷൻ നമുക്ക് ഈ വജ്ര എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഡ്രോപ്പ് യുവർ ഹെഡ് ഡൗൺ, തലമെല്ലാം താഴെ വയ്ക്കുക. ഡ്രോപ്പ് യുവർ ഹെഡ് ഡൗൺ, പുഷ് യുവർ ഹാൻഡ്സ് ഫോർവേഡ്. ദിസ് ഈസ് നികുഞ്ച. ഇത് നികുഞ്ച എന്ന് പറഞ്ഞ പോസ്റ്ററാണ്. ഇവിടെ നിന്ന് ഗജ വരിക, നല്ല മുട്ടുകുത്തി നിൽക്കുക. ഗുഡ്. നികുഞ്ച, സിറ്റ് ബാക്ക്, ഗജ, നികുഞ്ച. ഈ നികുഞ്ചയിൽ നമ്മൾ ഇരിക്കുന്ന നേരത്ത് നമ്മുടെ ലോവർ ബാക്ക് പരമാവധി സ്ട്രെച്ച് ആവാൻ ട്രൈ ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ കൈ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാം. നികുഞ്ച, സിറ്റ് ബാക്ക്, ഗജ, നികുഞ്ച, ഗജ, നികുഞ്ച, സിറ്റ് ബാക്ക്, ഗജ, പർവ്വത. ഹിപ്പ് ഉയർത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ കാൽമുട്ട് നിർത്തണം. നീ ഷുഡ് ബി സ്ട്രെയിറ്റ്. ഇവിടെ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പെയിൻ കൂടാൻ നമ്മൾ ചെയ്യരുത്. കാരണം ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള സ്ട്രെച്ച് ആയതുകൊണ്ട് ചിലപ്പം ബാക്ക് പെയിൻ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബാക്ക് പെയിൻ ഇല്ല എങ്കിൽ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് വരാതിരിക്കാനായിട്ട് നല്ലൊരു പോസ്റ്ററാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡികളെയും സ്ട്രെച്ച് ചെയ്യും. ഗജ, ഡ്രോപ്പ് യുവർ നീസ് ഡൗൺ. പർവ്വത, ഹിപ്പ് അപ്പ്, ഗജ, പർവ്വത, ഗജ, പർവ്വത, ഗജ, പർവ്വത, ഗജ, പർവ്വത. then ഗജ, നികുഞ്ച, സിറ്റ് ബാക്ക്, ഗജ, പർവ്വത, ഗജ, നികുഞ്ച, ഗജ, പർവ്വത, ഗജ, നികുഞ്ച, ഗജ, പർവ്വത, ഗജ, നികുഞ്ച. ആൻഡ് സ്ലോലി സിറ്റ്. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വ്യത്യാസം ഒരു കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ അറിയിക്കുക. താങ്ക് യു.